കാശി രാജാവിന്റെ പുത്രിമാരായ അംബ, അംബിക, അംബാലിക എന്നിവർക്ക് സ്വയംവരം നടക്കുന്ന വിവരം ഭീഷ്മരുടെ ചെവിയിലെത്തി. ഭീഷ്മർ അവിടെ ചെന്ന് എല്ലാ രാജാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ വെച്ച് 3 രാജകുമാരിമാരെയും കൂട്ടിക്കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് പോന്നു. അവിടെ വിവാഹത്തിനു വേണ്ട ഒരുക്കങ്ങൾ എല്ലാം ചെയ്തു. വിവാഹ സമയം സമീപിച്ചപ്പോൾ ആ രാജകന്യകമാരിൽ മൂത്തവളും അതിസുന്ദരിയുമായ അംബ ഭീഷ്മരുടെ അടുത്ത് വന്ന് ലജ്ജയോടും വ്യസനത്തോടും കൂടി ഇങ്ങനെ അറിയിച്ചു: ഞാൻ വളരെ മുൻപ് തന്നെ സ്വാൽവൻ എന്ന രാജാവിനെ എന്റെ ഭർത്താവായി മനസാ വരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്നിലും എനിക്ക് അദ്ദേഹത്തിലും അതിയായ അനുരാഗം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ബലാത്കാരേണ മറ്റൊരു വിവാഹം ചെയ്യിക്കുന്നത് വിഹിതമാണോ എന്ന് ധർമ്മജ്ഞനായ അവിടുന്ന് തന്നെ ആലോചിച്ചു നോക്കുക. ഭീഷ്മർ ഇതുകേട്ട ഉടനെ ആ സ്ത്രീയെ അവളുടെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുവാൻ അനുവദിച്ചു. അവൾ ഉടനെ തന്നെ സാൽവരാജാവിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു: പ്രാണനാഥ, ധർമ്മിഷ്ഠനായ ഭീഷ്മർ എന്നെ ഇതാ വിട്ടയച്ചിരിക്കുന്നു. ഞാൻ അങ്ങയിൽ ഏറ്റവും അനുരാഗമുള്ളവളാണ്. അങ്ങ് എന്നിലും അനുരക്തനാണല്ലോ. എന്നെ സ്വീകരിച്ചാലും. ഇതുകേട്ട് സാൽവൻ പറഞ്ഞു: സുന്ദരി, പ്രണയസംഗതികൾ നീ പറഞ്ഞതെല്ലാം ഒരുപക്ഷെ പരമാർത്ഥമായിരിക്കാം. എനിക്കും ധർമ്മം പരിപാലിക്കേണ്ടതുണ്ടല്ലോ. ഒരുവൻ കൈക്കൊണ്ട സ്ത്രീയെ മറ്റൊരുവൻ കൈക്കൊള്ളുന്നത് ധർമ്മയുക്തം അല്ല. ഭീഷ്മർ നിന്റെ കരം ഗ്രഹിച്ച് തേരിൽ കയറ്റുന്നത് ഞാൻ കണ്ടതാണ്. അതിനാൽ വേഗം പോയി ഭീഷ്മരെ തന്നെ സ്വീകരിക്കുക. ഇതുകേട്ട് അവൾ ശോകമൂകയായി തപസ്സു ചെയ്യുന്നതിന് വനത്തിലേക്ക് പോയി.